സോണിയ 1 മിനിറ്റ്. ഓക്കെ. എന്തായി പ്രിയ? ആള് ഫ്ലാറ്റിലില്ല. ഞാൻ ബിജുവിനെയോട്ട് അന്വേഷിപ്പിച്ചു. അടുത്ത ഫ്ലാറ്റിൽ ശ്രീയോട് ചോദിച്ചപ്പോൾ അവരിങ്ങനെ ഒരു കല്യാണത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുകൂടിയില്ല. രാത്രി വൈകിയപ്പോഴും പുറത്തു പോകുന്നത് കണ്ടു അത്രേ വാച്ച്മാൻ. നീ വിളിച്ചു നോക്കിയിട്ട്? സ്വിച്ച്ഡ് ഓഫ് അല്ലെങ്കിൽ നോട്ട് റീച്ചബിൾ. എനിക്കറിയില്ല പ്രിയ. ഇനി വല്ല ആക്സിഡന്റോ മറ്റോ? അല്ല, അങ്ങനെയാണെങ്കിൽ അടുത്തുള്ളവരാരെങ്കിലും ഫോൺ എടുക്കാതിരിക്കില്ലല്ലോ. നീ ഒന്നോടൊന്ന് വിളിച്ചു നോക്കി. The number you have called is switched off. Please try again later. ನೀವೀಗ ಕರೆ ಮಾಡಿರುವ ಸಂಖ್ಯೆ ಸದ್ಯಕ್ಕೆ ಸ್ವಿಚ್ಡ್ ಆಫ್ ಆಗಿದೆ. അല്ല മോളെ, ഇനി നിന്റെ ഈ ജയ്മോഹൻ ലാസ്റ്റ് മിനിറ്റിൽ മുങ്ങിയോ? നോ, എൻ്റെ ജയ് അങ്ങനെ ഒരാളല്ല. Then where the hell is he? Morning, sir. Morning. Your coffee? I didn't order anything. Room boy told me 2 to 5. Listen, I didn't order anything. Samjha? I'm sorry, sir. Good morning, sir. Your coffee? Sir, we got him. കഷ്ടം. ഇപ്പോഴവൻ വരുന്നുള്ള വിചാരത്തിലാണ് നീ അല്ലേ? എന്റെ മുഖം വല്ലതും പോറിയിരുന്നെങ്കിൽ നിന്റെ മോന്ത പിച്ചി കയറി ഈ പോട്ടയിലിട്ട് ഞാൻ ഫ്ലഷ് ചെയ്താണ് കേട്ടടാ. Well done, Jay. Good job at such short notice. Thank you, sir. Where is he? നീരാട്ട് കഴിഞ്ഞ് വിശ്രമിക്കുകയാണ്. Victor Rana, welcome back to India. ക്രിസ്റ്റി, Sir,
ഈ റൂമിലെ റാണയുടെ ബിലോങ്ങിങ്സ് എല്ലാം സീസ് ചെയ്യണം. Yes, sir. ഓക്കെ. Sir, your wedding dress. സർ മേ ഐ? டேய் சீக்கிரம் போய் ரெடி ஆகடா, மேரேஜுக்கு டைம் ஆச்சு. ഒറ്റ മകളെ ലാളിച്ചു വഷളാക്കി ഡോക്ടർ മേനോൻ. ചോദിച്ചെല്ലാം സമ്മതിച്ചു കൊടുത്തു, ഈ കല്യാണമടക്കം. അങ്ങനെയായിപ്പോൾ എല്ലാവരും ഡാഡിയെ പരിഹസിക്കുന്നത്. ഡാഡി, നീ സ്വയം കണ്ടുപിടിച്ച ആളെ എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ മോളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചു. സി, എനിക്കും ഉണ്ടായിരുന്നു ചോയ്സസ്. എൻ്റെ ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് റൺ ചെയ്യാൻ കേപ്പബിളായ ഒരു ഡോക്ടർ, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു ബിസിനസ്മാൻ. ബട്ട് എൻ്റെ മോളുടെ ചോയ്സ് ജയ്മോഹൻ, ഒരു രണ്ടാം കെട്ടുകാരൻ, എ ഡിവോഴ്സി. കുടുംബമില്ല, കൂട്ടുകാരില്ല. പിന്നെ എന്താ ജോലി എന്ന് ചോദിച്ചാൽ ഏതോ ഉണക്ക എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ എക്സിക്യൂട്ടീവ്. ഐ ഓൾവേസ് ഫെൽറ്റ് യു ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്, എ ബിഗ് മിസ്റ്റേക്ക്. ஆமாடா, எ வெரி பிக் மிஸ்டேக். மறுபடியும் அதே தப்பு இப்போ ரிப்பீட் பண்ணியிருக்கேன். யுவர் ஃபர்ஸ்ட் ஒய்ஃப் 6 மாசத்தில் டிவோர்ஸ் வாங்கி உன்னை விட்டு போனப்போ ஐ வாஸ் த ஹாப்பியஸ்ட் மேன். அவ்வளோ சந்தோஷப்பட்டா. டே ஜெய், உனக்கெல்லாம் கல்யாணம் சரிப்பட்டு வராதுடா. சார் என்ன இது? நீ மேரேஜ் மெட்டீரியல் கிடையாதுடா தம்பி. டே ஜெய், நீ என்னோட பெஸ்ட் ஏஜென்ட். அதான், அது மட்டும்தான். ஹஸ்பண்ட் என்ன வேலை பார்க்குறாருன்னு பொண்டாட்டி கேட்டா போய் தான் சொல்லணும், കള്ളം പറയണം എപ്പോഴുമേ. അതുதான் നീ വാങ്ങ പോற തലവിധി. യെസ് ഡാഡ്, ശരിക്കും ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് ഞാൻ. നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഒരു വലിയ ജോലി, ഒരുപാട് ആംബിഷൻസ്, അങ്ങനെയുള്ള ഒരാളെ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ടിപ്പോൾ എവിടെ? ഡാഡ്, ജയ് വരും, എനിക്ക് ഉറപ്പുണ്ട്. யோ கார்கி, சீக்கிரமா போனா உன்னோட கல்யாணத்துக்கு கரெக்ட் டைம்ல ரீச் பண்ணலாம். ഓക്കെ സർ. See you guys. See you, sir. ഇനി നീ എത്ര തീർത്തു പറഞ്ഞാലും ഡാഡിക്ക് അങ്ങനെ വിശ്വസിക്കാനാവുന്നില്ല മോളൂ. ക്ഷണിച്ചു വരുത്തിയ ആൾക്കാർ എന്നെ നോക്കി പരിഹസിക്കുമ്പോൾ അവരെന്താണ് പറയേണ്ടതെന്ന് ഡാഡിക്ക് അറിയില്ല. ഇങ്ങനൊരു അപമാനം ഡാഡിക്ക് വാങ്ങിയിട്ടൊന്നുമല്ലോ മോള്. ഇനിയിപ്പോൾ എല്ലാവരോടും ചെയ്ത് പറഞ്ഞേക്കാം, എൻ്റെ മോള് കണ്ടുപിടിച്ച് ചെറുക്കം മുങ്ങി, വിവാഹം ക്യാൻസൽഡ്. ഡാഡ്, സോറി ഡാഡ്. ഞാൻ ഉണ്ടാക്കിയ മാനക്കേടിന് ഞാൻ തന്നെ എല്ലാവരോടും മാപ്പി വെച്ചേക്കാം. Sorry, marriage hall. This way, sir. Thank you. ജയ്, Hey, hi. സോറി, ഞാൻ കുറച്ച് ലേറ്റ് ആയോ? ആക്ച്വലി come with me. ராணா பிடிச்ச வீரபாண்டி கட்டபொம்மனுக்கா எல்லாரும் கிளாப் பண்றாங்களேன்னு பார்த்தியா? அது இல்லம்மா ஜெய், ஒரு வாட்டி பண்ண தப்ப மறுபடியும் ரிப்பீட் பண்ணிருக்கீல்ல, அதுக்காக இந்த பழைய பேஷ். തപ്പാ? വാട്ട് മിസ്റ്റേക്ക് സർ? கல்யாணம் பண்ணியாச்சுல்ல மறுபடியும். கம் 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 கம், நீ திருந்த மாட்டடா. சார் சும்மா பயங்கர போர் ஆகி போய் சார். நீங்கள் இப்போ பண்ணுறது தான் பெரிய தப்பு. ஆமாடா, பெரிய தப்பு. உன்னோட சரியான வேலை என்ன? டெரரிஸ்ட்டை தேடுறது, அவங்க பின்னாடி ஓடுறது, அவங்கள துரத்தி பிடிக்கிறது, அவங்கள துப்பாக்கியால ஷூட் பண்றது, அப்புறம் சுடுகாட்டில் அட்மிட் பண்றது, அதானே? ஆனா நீ பப்ளிக்ல என்ன ஆக்ட் பண்ணிட்டு இருக்க? இந்த டெக்கன் எக்ஸ்போர்ட்ஸ்ல ஒரு சரியான போரிங் டே ஜாப். டே ஜெய், மேரேஜ் ஒரு பேக்கேஜ்டா, அது உனக்கு ஒரு பெரிய பாரம். சரி அப்போ சார் நான் ஒன்று கேட்கட்டுமா? ஆ, ஆனா ஹனிமூனுக்கு லீவ் மட்டும் கேட்காத. இல்லை, உங்கள் கல்யாணம் முடிஞ்சு இப்போ ஹவு மெனி இயர்ஸ் ஆயிருக்கும்? 31 வருஷம் ஆச்சு. ஆமாம், இப்போ எதுக்கு திடீர்னு இந்த கேள்வி? അല്ല, ഇങ്ങനെ എപ്പോഴും അത് പൊണ്ടാടിയോട് നല്ല ഇതൊക്കെ ഉണ്ടോ? டேய்,
ഇല്ലില്ല സാർ ഇപ്പോഴും ഇഷ്ടമുണ്ടോന്ന് നഫീസ താത്തയായിട്ട്. ஆமாடா 31 வருஷம் ஆகியும் இன்னும் என் ஒய்ஃப் மேல எனக்கு ரொம்ப இஷ்டம். ஸ்டில் ஐ லவ் மை ஒய்ஃப். ഓട്ട്കാജേ താങ്ക്സ്. നോ സർ. എന്നിട്ട് ഈ 31 വർഷത്തിനിടയിൽ ഈ നിജമാ ലവ് പണ്ടറ പാർട്ടി സ്വന്തം ബീവിയോട് പറഞ്ഞിട്ടുണ്ടോ വാട്ട്? ഈ ടെററിസ്റ്റ് പിന്നാലെ തേടരുത്, ഓടരുത്, സുട്ടു പോടരുത്, നിങ്ങളുടെ ഒറിജിനൽ ജോലി എന്താണെന്നുള്ള സത്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ പുന്നാര നഫീസത്തോട്? எப்படி சொல்ல முடியும்? கல்யாணம் நடந்தப்போ நான் டெல்லியில் வேலையில் இருந்தேன், ரா ஸ்பெஷல் யூனிட்ல. அப்போ எப்படி என் வேலையை பற்றி சொல்ல முடியும்? சொல்லவும் கூடாது. ஜெய், என் ஃபேமிலியில் எல்லாரும் என்ன நினச்சிக்கிட்டு இருக்குன்னா, நான் இந்த எக்ஸ்போர்ட் கம்பெனியில் ஒரு சீனியர் மேனேஜர், ஒர்க்கஹாலிக் அப்படின்னு. எப்போ என் பொண்டாட்டி எல்லாருக்கிட்டையும் சொல்லும், என்டர் அப்பே வேலைன்னு சொன்னா ഇവിടെ ഒരു ആൾ മരിക്കും. അത്രയേ അറിയേണ്ട കൊയിലാണ്ടിക്കാരി ബീവിക്ക് 31 വർഷം ആയിട്ടു. അയ്യടാ, അപ്പൊ ബേഡിനോട് സത്യം പറയാത്തതിന്റെ ഒരു കുത്തിപ്പിടച്ചിലുണ്ട് ഖാദർ സാഹിബിന്റെ കൽബില് അല്ലേ? ஆமாம் ஜெய், லைஃப்பில் கடைசி வரைக்கும் யாருக்கிட்டையும் சொல்ல முடியாதுன்னு ஒரு சட்டம் இருந்தால் அதை அழிக்கவே முடியாது. ஆனால் உன் விஷயத்தில் அப்படி இல்லை. ஏன்னா உன்னோட ஃபர்ஸ்ட் ஒய்ஃப் டிவோர்ஸ் பண்ணிட்டு உன்னை விட்டு போயிட்டா. அவளுக்கு பணம், லைஃப் ஸ்டைல், கரியர், லுக்ஸ் இதெல்லாம் தானே முக்கியமாக இருந்துச்சு. ആമാ സാർ, പണം, കരിയർ, ലൈഫ് സ്റ്റൈൽ അത് മാത്രം അത്രേ വേണ്ടിയിരുന്നുള്ളൂ രമ്യക്ക്. രമ്യ പ്ലീസ് ജയ്മോ, എന്നെ തടയരുത്. പ്ലീസ്. നമ്മുടെ ഈ ലൈഫിൽ നിന്ന് ജയ്മോ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അത് എന്ത് തന്നെയായാലും ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അതല്ല. നമ്മുടെ കാര്യത്തിൽ യു ആർ സ്റ്റിൽ ദ സെയിം. ഒരു മാറ്റമില്ല. നിങ്ങളുടെ എക്സ്പോർട്ട് കമ്പനിയിലെ ജോലിയാണ് നിങ്ങളുടെ ഫസ്റ്റ് വൈഫ്. ഞാനായിരുന്നു ഫുൾ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അല്ല. ജയ്മോ, നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഈ ദിവസം ഇതായിരിക്കും എൻ്റെ ലൈഫിലെ മനോഹരമായ ദിവസം. ബൈ ആൻഡ് ടേക്ക് കെയർ. ഒരുമിച്ച് ജീവിച്ചത് 6 മാസം. അതിനിടയിൽ ഷീ ലെഫ്റ്റ് മീ ആൻഡ് മൈഗ്രേറ്റഡ് ടു കാനഡ. ஆனால் ரம்யா மாதிரி இல்லை அஞ்சலி. அஞ்சலி இஸ் a sweet girl and she is madly in love with you. ஆனால் உனக்கு ஒரே நேரத்தில் பாக்கியம், கெட்ட பாக்கியம் ரெண்டும் வரப்போகுது மிஸ்டர் ஜெயமோகன், உன்னோட செகண்ட் ஒய்ஃப்னால. சார் ப்ளீஸ் லெட் மீ கம் டு த மேட்டர். யூ மீன் ராணா? யா, கம். இந்தியாவில் நடந்த எத்தனையோ டெரர் அட்டாக்ஸில் பிரைம் சஸ்பெக்ட். அப்படிப்பட்ட ஒரு டெரரிஸ்ட் இப்போ இந்த பெங்களூர் சிட்டியில் வந்து மாட்டியிருக்குன்னா இட்ஸ் நாட் ஜஸ்ட் அ கோஇன்சிடென்ஸ். தட் இங்கே இம்பார்ட்டன்ட் ஈவெண்ட்ஸ் நடக்கும்போது பிரைம் மினிஸ்டர்ஸ் விசிட், இஸ்லாமிக் பீஸ் கான்ஃபரன்ஸ், இந்தியா இங்கிலாந்து கிரிக்கெட் மேட்ச், ராணா ஏதோ பிளான் பண்ணியிருக்கு. சார் ராணா ஏதாவது? நத்திங். இது வரைக்கும் ராணா எதுவுமே சொல்ல. Yes, sir. शादी मुबारक हो सर. नहीं 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 नहीं. മലയാളത്തിൽ എങ്ങനെ പറയും? കല്യാണം ആശംസകൾ. റൈറ്റ്? എനിക്ക് 9 ലാംഗ്വേജ് അറിയും. സാറിന് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ മലയാളം? जब बार दो मलयाली मिलते हैं तो ये पता लगता है. तो कैसे मिलते हैं? हाँ, മലയാളി ആണോന്ന് ചോദിച്ച് ഓടി വന്ന് ഹഗിയുമല്ലോ. All you Malayalam people. വിക്ടർ റാണ ഡേർട്ടി ബഗർ. ഇനി നീ മലയാളത്തിലല്ല സംസ്കൃതത്തിൽ കിടന്ന് കീറി പൊളിച്ചാലും ഇവിടെ ഒരുത്തനും വരാൻ പോകുന്നില്ല, കേട്ടോടാ? സോ നീ പഠിച്ച 9 ഭാഷ ഇവിടെ കോയി ഫായദ നഹി. ഒരുത്തനും അറിയില്ല നിന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ച് കൂട്ടിലടച്ചിരിക്കുകയാണെന്ന്. എൻ്റെ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് പോലും ഇവിടെ കിടന്ന് ചത്ത് പുഴുത്ത് പുഴു തിന്നാ പോലും ഒരുത്തനും അറിയില്ല. ഒരുത്തനും കഴിയില്ല നിന്നെ രക്ഷിക്കാൻ. അൺലെസ് സം മിറക്കിൾ സേവ്സ് യു. മിറക്കൽ. മിറക്കൽ. ഞാനും പുറത്ത് ചിലത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നടക്കാതെ പോകണമെങ്കിൽ മിറക്കൽ ഹി ഹോനാ ചാഹിയേ. സമझा?
ഹലോ. ഹായ് ജയ്. ബിസി ഡിന്നറിന് എന്താ കുക്ക് ചെയ്യണ്ടെന്ന് ചോദിക്കാൻ വിളിച്ചതാ. വാട്ട്? അതേ, അമ്മയുടെ റെസിപ്പി ബുക്കേ ഞാനിങ്ങ് കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജയ്ക്ക് എന്താ സ്പെഷ്യൽ ഡിഷ് വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്തായാലും ഓക്കെ, വാട്ടോ. ബ്രിഞ്ചാൾ ഇഷ്ടമാണോ ജയ്ക്ക്? യെസ്. ബെങ്ങിൻ ഭർത്ത. ഓക്കെ. ബെങ്ങിൻ മസാല ആയാലോ? ഈ കത്രിക്കയിൽ നല്ല മസാല ഒക്കെ ഇട്ടിട്ട്. എനിത്തിങ് സ്വീറ്റി, നിന്റെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടമാണ്. ജയ് പ്ലീസ്. ഓക്കെ ലിസൺ, ഞാനിപ്പോൾ കുറച്ച് ജോലിയിലാണ്, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. വൈഫ്, ഇവിടെ നിന്റെ തടവിൽ കെട്ടിയിട്ടിരിക്കുന്നത് എന്നെ, വിക്ടർ റാണെ. പക്ഷേ ടോർച്ചർ അനുഭവിക്കുന്നത് ഞാനല്ല, നീ. Excuse me. Hold on, please. Come. Thank you. Which floor? Can you please press the third floor? Third floor. Yeah. Thanks. മലയാളി അതെ, ഇവിടെ പുതിയതായിട്ടാ? ഏത് ഫ്ലാറ്റില്? 306. ജയയുടെ? അതെ, ഞാൻ ജയുടെ ഭാര്യയാണ്. അയ്യോ, അത് കൊള്ളാമല്ലോ. ഇതെപ്പോ ജയ വീണ്ടും കല്യാണം കഴിച്ചോ? ഇവിടെ ഞങ്ങൾ ആരും അറിയാതെയോ? എല്ലാം പെട്ടെന്നായിരുന്നു. ഓക്കെ, see you aunty. ഓക്കെ, see you. സർ, ഇതൊക്കെയാണ് റാണയുടെ റൂമിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്തത്, അപ്പാർട്ട് ഫ്രം ഹിസ് ബാഗ് ആൻഡ് ക്ലോത്ത്സ്. നോ സെൽഫോൺ, ലാപ്ടോപ്പ്, നത്തിങ്? ഇല്ല സർ, ആസ് വി നോ, സെൽഫോൺ, ലാപ്ടോപ്പ് ഇതൊന്നും ഉപയോഗിക്കാറില്ല ഇവരാരും. അതിർത്തികൾക്കപ്പുറത്തെ വലിയ ബോസുമാരിലേക്ക് അത് ലീഡ് ചെയ്യും. റാണ നെറ്റ് ഉപയോഗിച്ച് എൻ്റെ വേരുകൾ മാന്തണമെങ്കിൽ അവൻ താമസിച്ചിരുന്ന ഹോട്ടലിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേകളിൽ അവിടെ വേണം നമ്മൾ സ്നിഫ് ചെയ്യാൻ. Your cell phone has just issued a text from your wife. സോറി. വൈഫ് കിട്ടുന്നത് മെസ്സേജ് എടുത്തുക പ്ലീസ്. Missing you. What time will you be home? இதுதான் உன் வாழ்க்கையில நடக்க போற மோஸ்ட் டேஞ்சரஸ் அண்டர் கவர் மிஷன். യെസ് സർ. റാണ. ராணா இல்ல, ராணி. உன்னோட அஞ்சலி. யுவர் மேரேஜ் மோஸ்ட் டேஞ்சரஸ் அண்டர் கவர் மிஷன். Hi. How was your day? ഈ വാതിലൊന്ന് തുറന്നാ അകത്ത് വന്നെല്ലാം വിസ്തരിച്ച് പറയാം. ഫോർ യു. Oh, sweet. ഇതെനിക്കാ? Come. I have a surprise. Show me. ജയുടെ ഫേവറേറ്റ് കൗച്ച് ഇല്ലേ, അത് ഗസ്റ്റ് റൂമിലേക്ക് മാറ്റി. പിന്നെ ഡൈനിങ്, അത് ഇങ്ങോട്ടേക്ക്. ഗുഡ്. Then നമ്മുടെ ടി.വി. അത് ആ കോർണറിലേക്ക് സെറ്റ് ചെയ്തു. പിന്നെ ജയുടെ കുറെ ഓഫുൾ പെയിന്റിങ്സ്, അത് ഞാൻ എടുത്ത തൂപ്പുകാരന് കൊടുത്തു കളയാൻ. How is it? ഇങ്ങനെ തുടങ്ങിയാലേ നീ കുറച്ച് കഴിയുമ്പോൾ എന്നെ മാറ്റിയിട്ട് താഴത്തെ ആ കളവൻ തൂപ്പുകാരനെ കയറി താമസിപ്പിക്കല്ലോ. ശരി, നോക്കട്ടെ. ഞാനൊന്ന് നോക്കട്ടെ. Elaborate security arrangements are being made in the city in view of the Prime Minister's visit to inaugurate the Global Leadership Summit. Around 750 police staff will be deployed for security cover, apart from 324 additional manpower from State Reserve Police Force and Rapid Action Force. അതെ, ഇപ്പൊ ഒറ്റത്തടിയും ബാച്ചിലർ അല്ല, ഓ സോറി, കൂടെ ഒരാളും കൂടെ ഉണ്ട്. ശീലമായി പോയി ഒറ്റത്തടി. വന്നേ. ഓക്കേ. ഈശ്വര, ഈ തടിയന് നല്ല വിശപ്പുണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുണ്ടാക്കിയതാ ഇതല്ല. ആണോ? നന്നായി. ഇല്ലേ കടിച്ചു തിന്നേനെ. സൂപ്പർ ഫാന്റാസ്റ്റിക് അമേസിംഗ്. അതിന് കഴിച്ചു നോക്കിയില്ലല്ലോ, എന്നെ കളിയാക്കാണല്ലേ? എങ്കിൽ കഴിച്ചിട്ട് പറയാം. നോ, യു ആർ സോ മീൻ. ഞാൻ എത്ര സ്നേഹത്തോടെ ഉണ്ടാക്കിയതല്ല. ആൻഡ് യു ജസ്റ്റ് മേക്കിംഗ് ഫൺ ഓഫ് മീ. സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കേ. എന്തുപറ്റി? ഇഷ്ടപ്പെട്ടില്ലേ? നന്നാവാം. വേണമെന്ന് വെച്ചാ ഇനി നന്നാവാം. വാട്ട്? ഏയ് വെയിറ്റ്, ഞാനിതൊക്കെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്തുപറ്റി ജയ്? എൻ്റെ കുക്കിംഗ് ഇഷ്ടപ്പെട്ടില്ലേ?
ഇത്രയും സ്വാദിഷ്ടമായ ആഹാരം ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കേട്ടിട്ടില്ലേ? ഈ വിശിഷ്ട പൂജ്യം ചമച്ച വിരൽത്തുമ്പുകളിൽ ഞാൻ ചുംബിക്കാൻ ആഗ്രഹിക്കുന്നു. മോനെ, ഹോളിവുഡ് സ്റ്റൈലിലുള്ള പ്രേമം വേണ്ട. എന്നാൽ ഇന്നത്തേത് ഹോളിവുഡ് സ്റ്റൈൽ. ஹலோ ஜெய், என்னடா பண்ணிருக்க? இதுவரை ஒன்றுமே பண்ணலை சார். சரி சரி, நீ எதுவும் பண்ண வேண்டாம், உடனே கிளம்பு. சார், ராணா இன்டர்நெட் யூஸ் பண்ண சைபர் கஃபேவே தேடி பிடிச்சாச்சு சார். நீ இம்மிடியேட்டாக கிளம்பிங்க வா. സാർ, അതെ, ഓഫീസിലൊരു എമർജൻസി. സീക്രമാ പോയിട്ട് സീക്രമാ വന്നിട്ടേ. ജയ്, ഈ എക്സ്പോർട്ട് കമ്പനിയിലെ നൈറ്റ് എന്താ ജയ് എമർജൻസി? കമ്പനിയുടെ ഒരു കപ്പല് കാക്ക കൊത്തി കടലിലിട്ടു. ഞാൻ അതൊന്ന് മുങ്ങി എടുത്തു കൊടുത്തിട്ട് വരാം. സാർ. ജയ്, റാണയുടെ ID പ്രൂഫ്, പാസ്പോർട്ടിൻ്റെ കോപ്പി. ഇതിലെ പേര് ജമീർ അഹമ്മദ്. പിന്നെ പല ദിവസങ്ങളിൽ നെറ്റിൽ ലോഗിൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ്. അതാണ് റാണ അവസാനം യൂസ് ചെയ്ത കമ്പ്യൂട്ടർ. ഇൻട്രസ്റ്റിംഗ്ലി ഹി പ്രിഫർ ദ സെയിം ടെർമിനൽ എവറി ടൈം. പിടിച്ചു കയറാൻ ഒന്നും ബാക്കി വെച്ചിട്ടുണ്ടാവില്ല, എല്ലാം വൈപ്പ് ഔട്ട് ചെയ്ത് കാണും. യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ് സർ. എല്ലാം വൈപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ബ്രൗസേഴ്സ്, ക്യാഷ് ഫയൽസ്, ബുക്ക് മാർക്സ്, ഹിസ്റ്ററി, എവറിഥിങ്. റാണ ഇമെയിൽ അറ്റാച്ച് ചെയ്ത് സെൻഡ് ചെയ്ത ഒരു ഫയൽ ഐ മാനേജ് ടു ട്രാക്ക് ദാറ്റ് സർ, ബട്ട് ഇറ്റ് ഈസ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ്. ഇനി സാറിന്റെ ഒരു ഡേറ്റാബേസ് എക്സ്പീരിയൻസ് വെച്ച് വേണം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാൻ. യാ, ലെറ്റ് മീ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ. ദാ ഇപ്പൊ കണ്ടില്ലേ ആ ചെറുക്കൻ സുസുവയ്ക്കുന്ന വിസിബിളി ഇന്നസെന്റ് ചിത്രം? ആ ചിത്രത്തിന്റെ തോട് പൊളിച്ച് ചുരുളഴിക്കുമ്പോൾ അറിയാം ആരെയൊക്കെ കൊന്നു തിന്നാനുള്ള രഹസ്യ നിർദ്ദേശങ്ങളാണ് റാണ അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ക്രിസ്റ്റി, ഈ കൊനസ്റ്റ് അഥവാ കോഡ് ഡീകോഡ് ചെയ്യാൻ നോക്ക്. ബൈ ടുമോറോ മോർണിംഗ്. ഓക്കെ. കാമദേവന്റെ അമ്പ്. ഈ പ്രണയശരം കൊണ്ടവനെ എന്ത് പേര് പറയും ഇൻ 5 letters? ലവർ. Hey, you are too good, baby. I know. Lover. ജയ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ എക്സ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ എന്താ? ശരിക്കും എന്റെ ഭർത്താവിന് എന്താ ജോലി? നീ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ എന്ത് പറ്റി പെട്ടെന്ന്? അല്ല, ഭാര്യമാരാകുമ്പോ ഭർത്താവിന്റെ ജോലിയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? അതെ, ഈ ഭാര്യമാര് നിന്നെ കൂടാതെ വേറെ ഭാര്യ ഉണ്ടോ എനിക്ക്? ജയ്, പറയൂ. കൃത്യമായിട്ട് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ജയ്, പറയൂ പ്ലീസ്. അത് കുറച്ച് സിംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞാൽ, ഓക്കെ, ഈ ഇന്ത്യ മഹാരാജ്യത്ത്
ആവശ്യമില്ലാതെ കിടക്കുന്ന കുറേ ചരക്കുകളില്ലേ, യൂസ്ലെസ് കമോഡിറ്റീസ്, അതിനെയൊക്കെ അന്വേഷിച്ച് തേടി പിടിച്ച് പുറത്തേക്ക് കയറ്റി അയക്കുന്ന ജോലി. ആവശ്യമില്ലാത്ത ചരക്കുകളെന്ന് വെച്ചാൽ യു മീൻ അവർ ഡേർട്ടി പൊളിറ്റീഷ്യൻസ്? അത് രാത്രിയിലെ നമ്മൾ കഴിഞ്ഞ് ഉറക്കമില്ലാതെ കണ്ണ് മിഴിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ വിശദമായിട്ട് ചേട്ടൻ നിന്റെ ചെവി പറഞ്ഞുതരാം. உனக்கு ஒரே நேரத்துல பாக்கியம் கெட்ட பாக்கியம் ரெண்டும் வரப்போகுது உன்னோட செகண்ட் வைஃப். ഇമേജ് ഡീകോഡ് ചെയ്തപ്പോൾ കിട്ടിയ മെസ്സേജ് ഇതാണ് സാർ. ഇറ്റ് സീംസ് ടു ബി മീനിങ്ലെസ്. I think I know what it means. Sir, ഇതൊരു സിമ്പിൾ ചൈനീസ് ഗ്രിഡാണ്. It will rearrange itself and you can read it like this. Top to bottom, right to left. It is now time to send birthday candles to Aisha. Aisha. என்ன ஜெய், any idea? Sir, birthday candles. Birthday candles എന്ന് പറയുമ്പോൾ ആയുധങ്ങളാവാം. But Aisha, who the hell is she? ഷി മൈറ്റ് ബി എ ടെററിസ്റ്റ് കോൺടാക്ട് അറ്റ് ദ സിറ്റി സർ. അതർവൈസ് ഇവിടെ ആയുധങ്ങൾ ഏറ്റുവാങ്ങുന്ന ആളാവാം സർ. Sorry, sir. கால் எடுத்துருங்கப்பா ப்ளீஸ். Thank you, sir. நம்மெல்லாம் நேஷனல் செக்யூரிட்டி பற்றி பேசிக்கிட்டு இருக்கோம். சாருக்கு அதை விட ஏதோ ஒரு முக்கியமான பிரச்சனை வீட்டில் இருக்கும் போல இருக்கு. ப்ளீஸ் கோ ஹெட். Sir, my wife. Please. Thank you. Hello. ഹായ് ജയ്. അതെ, ഓഫീസിൽ വരുമ്പോഴേ എനിക്ക് കുറച്ച് സുക്കിനി വാങ്ങിച്ചിട്ട് വരൂ പ്ലീസ്. ആരെ ചുക്കുമണിയാ? സുക്കിനി യാർ, സുക്കിനി. ആ. ഓക്കെ. சார் மீட்டிங்கை கண்டினியூ பண்ணலாமா? What's this, sir? Please. வெல் கைஸ், இப்போ இந்த ஆயிஷா யாராக இருந்தாலும் எங்கே இருந்தாலும் அவளை ட்ரேஸ் அவுட் பண்ணுறது தான் நம்மளோட முக்கியமான வேலை. Zucchini. ஆனால் அது ஈஸியான விஷயம் இல்லை. Our first move should be Zucchini. What? Zucchini. Any idea? Zucchini? No, sir. I have never met him. டேய் Sir. உங்க சுக்கனி விடுறா, ஆயிஷாவை பாருடா. Sorry, sir. Aisha. Aisha? Huh? Yes, of course. I know Aisha. Had a huge crush on her. അവളുടെ എല്ലാ മൂവീസും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കിട്ടില്ല. മാരേജ് करके चली गई. Don't screw around with me, Rana. Aisha Takiela. Aisha. नहीं. You're wasting your time with me. Okay, boss? ക്രിസ്റ്റി, എൻ്റെ ഹോട്ടൽ റൂമിൽ നിന്ന് സീസ് ചെയ്ത എവിഡൻസ് Sir. എനിക്കൊന്നുകൂടെ കാണണം. സർ. நீ என்ன தேடுற அதுக்குள்ள? അറിയില്ല സർ. ചിലപ്പോൾ ഇതായത് ദിസ് മൈറ്റ് ഹെൽപ്പ്. ഇതൊരാളല്ല, രണ്ടുപേര് കോഫി കുടിച്ച ബില്ലാണ്. ഓ. Rana met somebody in this coffee shop. नहीं देखा क्या? I was saying it. No. ഈ പഹീൻ ഓനെ കണ്ടാൽ അങ്ങനെ ഓർമ്മയിലിക്കാനുള്ള ഗ്ലാമർ ഒന്നും പറയാൻ കഴിയില്ല മാഷെ. പക്ഷേ ഓൻ്റെ കൂടെ സ്ഥിരമായിട്ട് ഇവിടെ വന്നോണ്ടിരുന്ന ആ ഓള് ഫ്രണ്ടിന്ന് നമ്മളങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാ നമുക്കോളുടെ അല്ല എവിടെ നോക്കണ്ടേ പറയാൻ കഴിയൂലല്ലേ സുൽഫിക്കറെ? Sir, I think he knows something. എന്നാലോ ഓള് നമ്മുടെ ഫ്രണ്ടിന്ന് പോവാങ്ങോട്ട് തിരിഞ്ഞാല് നമുക്കോളുടെ ബേക്ക് ബാക്കിൽ നിന്ന് കണ്ണ് പറിക്കാനും കഴിയൂല. ഇല്ല, കഴിയൂല. आओ, सबसे मिलो. इसके साथ तुमने भी देखा? हाँ हाँ साहब, मैंने भी देखा है. എന്നിട്ട് എനിക്ക് ഓളെ കാണുമ്പോ ഈ പഹയനോട് വല്ലാത്ത ജലസാണ് മാഷെ. അതുകൊണ്ടാ
ഞാൻ ഓനിങ്ങനെ മറക്കാണ്ട് മനസ്സിലിങ്ങനെ വെച്ചേക്കണത്. പിന്നെ സുൽഫി റൂമിൽ പോയിട്ട് എല്ലാം ഒന്ന് കുളിച്ചാളി. ക്രിസ്റ്റി, Sir. there are 3 CCTV cameras here. Yes, sir. Get the visuals and check it. Yes, sir. Done. ഇവിടുത്തെ കോഫിയേക്കാൾ ചൂടുള്ള റാണയുടെ ആ ഫ്രണ്ടിനെ നമുക്കൊന്ന് കാണണ്ടേ? Yes, sir. Sure. സർ, ഇത് ആയിഷാവാ? ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തേ? ബൈ സർ. ബൈ. ഹലോ. ആ ജയ്, സുക്കിനി വേണ്ട കേട്ടോ. മൂക്ക് സുക്കിനി വാങ്ങാൻ ഷോപ്പിലോട്ട് പോകാൻ തുടങ്ങുകയാണ്. വേണ്ടല്ലോ. ഇന്നിവിടെ കുക്കിംഗ് ക്യാൻസൽഡ്. ഏയ്, കുക്കിംഗ് മാത്രമേ ഉള്ളോ അതോ? ഓ ജയ്, ഓർമ്മയില്ലേ നമ്പ്യാർ അങ്കിളിനെ, ഡാഡിയുടെ ക്ലോസ് ഫ്രണ്ട്? ഓ, ഡാഡിയുടെ ക്ലോസ് ഫ്രണ്ടാ? തീർച്ചയായിട്ടും നല്ല ബോറിനായിരിക്കും. ജയ് കേൾക്ക്, ഇന്ന് ഈവനിങ് നമ്പ്യാർ അങ്കിളിന്റെ വക പാർട്ടി. നമ്മൾ പോയേ പറ്റൂ. അയ്യോ അയ്യോ, കഷ്ടമായി പോയി. ഈ നമ്പ്യാർ അങ്കിളിന് ഇത് കുറച്ച് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ഓ ജയ് പ്ലീസ് ഡോണ്ട് സേ നോ. ഏ മീന, ഓ പട്ടേൽ കാ ബില്ലിംഗ്, വാട്ട്സ് എ ഡിലേ? ഹാവ് യു ഫിനിഷ്ഡ് ഇറ്റ്? ഈ ഓഫീസിൽ ഇനി ആരോട് പറയണം? അയ്യോ, ഓ മോളു, സോറി. ഇപ്പൊ ഈ ഓഫീസിൽ ഒരുപാട് തിരക്കി നിൽക്കുമ്പോൾ ഞാനിപ്പോ, പക്ഷെ ഞാൻ വന്നില്ലേലും നമ്പ്യാർ അങ്കിളിന്റെ പാർട്ടി ആവുമ്പോ മോള് തീർച്ചയായും. കം ഓൺ ജയ്, ഇപ്പൊ തന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഹണിമൂൺ പോലും പോവാതെ ജയ്ക്ക് എന്തത്ര ജോലി തിരക്കുന്നത്, അതും ആ ഉണക്ക് എക്സ്പോർട്ട് കമ്പനിയിൽ. ജയ് പ്ലീസ്, ഇന്നെങ്കിലും എന്നെ നാണം കെടുത്തരുത് മറ്റുള്ളവരുടെ മുന്നിൽ. ഓക്കെ, മോളൊരു കാര്യം ചെയ്യ്, മോള് നേരെ പാർട്ടിക്ക് പോയിക്കോളൂ. ഞാൻ മാക്സിമം വരാൻ നോക്കാം. ഇനി അഥവാ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ മോൾ ഇന്ന് ഡാഡിയുടെ കൂടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ ഡാഡിയോട് മോളെ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ മതി. എന്താ? കുന്തം. ഹലോ, എന്തു പറ്റി സർ? കുന്തം. Elaborate security arrangements are being made in the city in view of the Prime Minister's visit to inaugurate the Global Leadership Summit. അയ്യോ Around മോളു, 750 police മോളു നീ പാർട്ടിക്ക് പോയില്ലേ? പോയെങ്കിൽ പിന്നെ കൊടിമരം പോലെ ഞാൻ അവിടെ നിൽക്കോ? എന്താ പോവാഞ്ഞേ? നമ്പ്യാരെങ്കിൽ ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും. പിന്നെ മോളുവിന്റെ ഡാഡി ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും മോളുവിനെ. ഓ, അവരെ കുറിച്ചൊക്കെ എന്താ കൺസേൺ? നിന്റെ നമ്പ്യാരങ്കിളല്ലേ, നമ്മുടെ ഡാഡി അല്ലേ? സ്റ്റോപ്പ് യുവർ ഡ്രാമ ജയ്. വേണമെന്ന് വെച്ചാൽ ജയ്ക്ക് നേരത്തെ വരായിരുന്നു. ആക്ച്വലി ഇന്ന് സംഭവിച്ചത് അതൊരു കഥയാണ്. നിർത്ത് ജയ് ഈ നുണക്കഥകള്. വെറുതെ അല്ല ഞാൻ പോകാതിരുന്നത്. എന്റെ ഭർത്താവിന്റെ തിരക്കുകൾ അവിടെ ആർക്ക് മനസ്സിലാവാനാ? ഈ എക്സ്പോർട്ട് എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ, ലോകം മുഴുവൻ തലയിൽ വെക്കാൻ. മോളു വെള്ളക്കൊടി കാണിച്ച പിന്നെ വെടിവെക്കാൻ പാടില്ല. പാകിസ്ഥാൻകാർ പോലും അങ്ങനെ ചെയ്യില്ല. ഓക്കെ, ഇനി നമ്പ്യാരങ്കിളിന്റെ പട്ടിയുടെ ബർത്ത്ഡേക്ക് വിളിച്ചാലും നമ്മൾ പോകും. പോരെ? ശരി, എന്താ പരിപാടി? പരിപാടിയൊക്കെ പിന്നെ നമുക്ക് പുറത്തെന്തെങ്കിലും പോയി കഴിക്കാം. അയ്യടാ, അതൊരു അവതാരിയൊന്നുമല്ല. വേറെ നിവൃത്തിയില്ല. അതെന്താ? കാരണം ഞാൻ ഇവിടെ തിന്നാൻ ഒരു കുന്തവും പൊഴിഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരുന്നു. ഓക്കെ. How many roads must a man walk down before you can call him a man? കഴിക്കാൻ എന്താ വേണ്ടേ? Anything. How many seas must a അങ്ങനെ ഒരു ഐറ്റം ഈ മെനുവിൽ കാണുന്നില്ലല്ലോ കുട്ടിയെ. എന്താ? ഞാനൊന്ന് റെസ്റ്റ് റൂമിൽ പോയിട്ട് വരാം. ഞാൻ വരുമ്പോ ഫുഡ് ഇതാ ഇവിടെ ഉണ്ടാവണം. മനസ്സിലായോ? How many times must these cannonballs fly before they're forever banned? The answer, my friend, is blowing in the wind. The ആ ചേച്ചി വന്നിരുന്ന ഉടനെ നീ ഫുഡ് സെർവ് ചെയ്യണം. സോറി. ഓക്കെ, as soon as she arrives.
swing into action. Sure, sir. Okay? Mountain exist before it is washed to the Sir, sea. as you ordered. Thank you. You're welcome, sir. And have many years must With these love, Jay. people exist before they're allowed to be free. Hey, Jmo. Hey, what a pleasant surprise. ആ, നീ എങ്ങനെ ഇവിടെ? ഞാൻ വിചാരിച്ചു നീ കാനഡയിലായിരുന്നു. മിനിഞ്ഞാന്ന് ബാംഗ്ലൂർ എത്തി. ഓക്കെ. വൗ! എന്താ ഇതൊക്കെ? കാൻഡിൽസ്, റോസസ്. എന്താണ് സംഭവം ജയ്മോ? ഡിന്നറിന് ആരാ കമ്പനി? Is the seat taken? Thank you. Ha, tell me. Oh, with love, Jay. Sir, enjoy, sir. My dreams, I see you. How sweet. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ മറക്കാൻ പറ്റില്ലെന്ന്. രമ്യ, no, actually, Oh, Jaymo. Come on. not like that. I can't believe this. I'm so excited. Across the distance and spaces between. Enough. Thank you. Let's go. ഇത് രമ്യ. ഓ ഹായ്. ഹായ്. ഞാൻ ജയ്മോടെ ex-wife. അറിയാം. എന്നെ അങ്ങോട്ടൊന്ന് പരിചയപ്പെടുത്തായിരുന്നു. അഞ്ജലി, എന്റെ വൈഫ്. ജയ്മോ, you got married again? അതെന്താ അങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ലെന്നുണ്ടോ ജയ്ക്ക്? അങ്ങനെയല്ല ജയ്മോ, അതിനുള്ള യോഗ്യതയില്ലേ? അങ്ങനെ ചോദിച്ചാ വെൽ യെസ്. Hey, രമ്യ, come on. What? എന്റെ മാത്രം തെറ്റാണോ? നീ കുറച്ചുകൂടെ സമയം തന്നിരുന്നെങ്കിൽ നമുക്കെല്ലാം നേരെയാക്കിയിട്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കാൻ No. പോയത്. രണ്ടുപേർക്കും പറഞ്ഞു തീർക്കാൻ ഇനിയും ധാരാളം സമയമുണ്ടല്ലോ. ബൈ രമ്യ. മോളു പ്ലീസ്. പഴയ പ്രശ്നമൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞു തീർത്തിട്ട് വന്നാൽ മതി. എനിക്ക് അറിഞ്ഞൂടെ ഈ രമ്യ എവിടുന്ന് അബദ്ധത്തിൽ കയറി വന്നാൽ. എൻജോയ് യുവർ ഡിന്നർ. ഇനി ഒരിക്കലും ഇങ്ങനെ കയറി വരല്ലേ. ഓക്കെ ബൈ. ഓട്ടോ. Hey, മോളു പ്ലീസ് ലിസൺ. ബ്രിഗേഡ് ഗേറ്റ്വേ. ठीक है मैडम. अरे आप ये रोड से क्यों लेते हो? ये शॉर्टकट रास्ता है मैडम. ए शिवा, इधर आना. एक मिनट मैडम. ड्राइवर जल्दी वापस चलो, नहीं तो मैं पुलिस को बुलाऊंगी. बुलाओ पुलिस को बुलाओ. इधर दे. अरे यहाँ पुलिस नहीं आएगा, ये हमारा जगह है. कहाँ जा रहे तू? पकड़ो साड़ी को. छोड़ो मत. रुक. Jay, they've taken my purse. ആ കോർണറില് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നും മിണ്ടാതെ അതിൽ പോയിരുന്നുള്ളൂ. Jay, എന്റെ ഭാര്യയുടെ പുറകെ ഞാനല്ലാതെ വേറൊരാൾ ഓടുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഭാര്യയുടെ പേഴ്സ് തിരിച്ചു തരുമോ ചേട്ടന്മാരെ എന്ന് ഞാൻ മര്യാദയ്ക്ക് ചോദിക്കും. അല്ലാതെ ഞാൻ അവരെ ഹേർട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. അവര് ചെയിനെ ഹേർട്ട് ചെയ്യും. They are such bad. Jay, മോള് കാറിൽ പോയിരുന്ന് 1, 2, 3 അങ്ങനെ 15 വരെ പതുക്കെ എണ്ണണം. എന്നിട്ട് ഞാൻ വന്നില്ലെങ്കിൽ കാറും എടുത്ത് പറന്നോണം. എന്നിട്ട് പോലീസിനെ വിളിക്കണം. Are you sure, Jay? Sure, please run, move.
1. अगर जान प्यारी है तो भाग यहाँ से, नहीं तो तेरा टुकड़ा। मार दे साले को। आज के बाद जी साहब, कोई अकेले लड़की को रास्ते पे परेशान किया तो मैं तेरी परेशानी बन जाऊंगा। जी हाँ साहब। समझे? ജയ് ഇതെങ്ങനെ തന്നു? എന്ത് പറഞ്ഞു ജയ് അവരോട്? ഞാൻ അവരോട് പറഞ്ഞു അതെന്റെ ഭാര്യയാണ്, അഞ്ജലിയാണ്, അത് അവളുടെ മണി പേഴ്സാണ്. അതെനിക്ക് തിരിച്ച് ആ ചേട്ടന്മാരെ എനിക്ക് അവളെ സന്തോഷിപ്പിക്കണമെന്ന്. Stop your drama, Jay. Jay, I'm too hungry. Me too, my dear. With love. How sweet. I know. I love you too, Jay.